ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വെജിറ്റബിൾ ബിരിയാണിയാണ്. വെജിറ്റബിൾ ബിരിയാണി കുക്കറിൽ എങ്ങനെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് രുചികരമായ വെജിറ്റബിൾ ബിരിയാണി പെട്ടെന്ന് എങ്ങനെ കുക്കറിൽ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് വെജിറ്റബിൾസ് ആണ്. ഞാനെടുത്ത് 2 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 10 ബീൻസാണ് ഞാൻ എടുത്തിട്ടുള്ളത്, 10 വലിയ ബീൻസ്. പിന്നെ ഒരു ചെറിയ ഉരുളൻകിഴങ്ങ് മുറിച്ചത്. പിന്നെ അല്പം മല്ലിച്ചപ്പും പുതിനയിലും കൂടി മുറിച്ചെടുത്തത്. പിന്നെ കുറച്ച് സോയാബീൻ വെള്ളത്തിലിട്ട് കുതിർത്തി പിഴിഞ്ഞെടുത്തതാണ്. പിന്നെ 1/2 കപ്പ് തൈര്, അധികം പുളിയില്ലാത്ത കട്ട തൈരാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 2 വലിയ തക്കാളി ചെറുതായി അരിഞ്ഞതാണിത്. ഒരു ക്യാപ്സിക്കം അരിഞ്ഞെടുത്തതാണ്. പിന്നെ വലിയ സവാള 3 എണ്ണം കനം കുറച്ചരിഞ്ഞത്. ഇത്രയൊക്കെയാണ് ഇതിന് വേണ്ട വെജിറ്റബിൾസ്. ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പിന്നെ മസാലകളൊക്കെ കുക്കറിലിടുന്ന സമയത്ത് ഞാൻ പറയാം, അതിൻ്റെ അളവും പറയാം. ആദ്യമായിട്ട് നമുക്ക് കുക്കർ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഞാൻ 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ചത്. വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നെയ്യ് നന്നായി ചൂടായി വരുന്ന സമയത്ത് ഞാനിതിലേക്ക് 2 പീസ് കറുവപ്പട്ടയാണ് ഇടുന്നത്. അതൊന്ന് മൂത്ത് വരുമ്പോൾ പിന്നെ നമുക്കിതിലേക്ക് 3-4 ഏലക്കായാണ് ഞാൻ ഇടുന്നത്. ഏലക്കായ ഒന്ന് പൊട്ടിച്ചതിന് ശേഷം ഇടുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ അത് പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്. 4-5 ഗ്രാമ്പു. ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം അരിഞ്ഞു വച്ചിരിക്കുന്ന ഇഞ്ചി, പച്ചമുളക് ചതച്ചെടുത്തത് ഞാനിതിലേക്കിട്ട് അത് പച്ചമണം മാറുന്ന വരെ മൂത്തതിന് ശേഷം നമുക്കിതിലേക്ക് സവാള ചേർക്കാം. പിന്നെ 2-3 പച്ചമുളക് ഞാൻ ചെറുതാക്കി അരിഞ്ഞതിലേക്ക് ഇട്ട് കൊടുക്കണം. അതിനുശേഷം ക്യാപ്സിക്കം ഇട്ടു, ക്യാരറ്റ് ഇടുന്നു. അങ്ങനെ വെജിറ്റബിൾസ് എല്ലാം ഓരോന്നായിട്ടിടാം. ബീൻസ്, ഉരുളക്കിഴങ്ങ് എല്ലാം കൂടി ഇട്ട് പച്ചമണം മാറുന്നത് വരെ നന്നായി ഒന്ന് വഴറ്റുക. അതിലേക്ക് ഞാൻ സോയാബീൻ ചേർക്കുകയാണ്. സോയാബീൻ ചെറുതായ കാരണം ഞാൻ അതുപോലെ ഇടുന്നത്, അല്ലെങ്കിൽ മുറിച്ച് ചെറിയ പീസാക്കിയിട്ട് വേണം ഇടാൻ. ഇനി ഇതിലേക്ക് മല്ലിയിലയും പുതിനയും കൂടി അരിഞ്ഞത് ചേർത്തു. നന്നായി ഇളക്കി ചേർത്ത് അതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ ഇട്ട്, കാശ്മീരി ചില്ലി പൗഡറാണ്, അത് 1 ടീസ്പൂണാണ് ഇട്ട്. പിന്നെ ഞാൻ 1/2 ടീസ്പൂൺ ബിരിയാണി മസാല ചേർത്തു. ബിരിയാണി മസാല ഇല്ലാത്തവർക്ക് ഗരം മസാല ചേർത്താലും മതി. പിന്നെ അരിഞ്ഞു വച്ചിരിക്കുന്ന തക്കാളി ചേർത്തതിന് ശേഷം തൈര് ചേർക്കുകയാണ്. ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഇനി വെള്ളം ചേർക്കാം. നമ്മൾ 3 ഗ്ലാസ് കൈമ റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. വലിയ അരിയാണ്, ആയതുകൊണ്ട് തന്നെ നമുക്ക് 6 ഗ്ലാസ് വെള്ളം ഞാൻ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതാണ് ഇതിലേക്ക് ചേർക്കുന്നത്. കൈമ റൈസ് അല്ല, ബിരിയാണി റൈസ് ആണെങ്കിൽ 5.5 ഗ്ലാസ് വെള്ളം ചേർത്താൽ മതി. 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്നതാണ് കൈമ റൈസ് ആയതുകൊണ്ട് ചേർക്കുന്നത്. വലിയ അരി ആയതുകൊണ്ടാണ് അങ്ങനെ ചേർക്കുന്നത്. നിങ്ങൾ ബിരിയാണി റൈസാണ്, ചെറിയ അരിയാണെങ്കിൽ 1/2 ഗ്ലാസ് വെള്ളം കുറച്ച് ചേർത്താലും മതി. ഇനി ഇത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇനി നമുക്ക് പാകത്തിന് ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ ഇതിൻ്റെ ഉപ്പ് ടേസ്റ്റ് നോക്കുമ്പോൾ കുറച്ച് മുന്നിട്ട് നിൽക്കണം, കാരണം നമ്മളിതിലേക്ക് ഇനി അരി ചേർക്കാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഉപ്പ് കൂടുതൽ ആവുന്ന രീതിയിൽ വേണം ചേർക്കാൻ. അതിനുശേഷം നമ്മൾ 1/2 മണിക്കൂർ കുതിർത്തി വെള്ളം കളഞ്ഞ് ഊറ്റി വെച്ചിരിക്കുന്ന അരി ഇതിലേക്ക് ചേർക്കാം. ഈ അരി ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബിരിയാണിയാണ്. ഈ കുക്കറിൽ വെക്കുന്ന കാരണം പെട്ടെന്ന് ആയി കിട്ടും. അപ്പോൾ ഇത് നന്നായിട്ട് അരിയും ഈ വെജിറ്റബിൾസും മസാലയും എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഒരു ചെറുനാരങ്ങയുടെ പകുതി എടുത്ത് അതിൻ്റെ നീരെടുത്തതിന് ശേഷം ഇതിലേക്ക് ചേർക്കുകയാണ്. ഇത് ചേർക്കുന്നത് നല്ലതാണ്. നമ്മൾ ചോറ് ഒന്നിനോടൊന്നും ഒട്ടാതെ നന്നായിട്ട് കിട്ടും, അതിനാണ് ഇത് ചേർക്കുന്നത്. ഇനി നമ്മൾ കുക്കറിൻ്റെ അടപ്പ് വെച്ച്, പക്ഷേ വെയിറ്റ് ഇടാതെയാണ് നമ്മൾ വേവിക്കുന്നത്. വെയിറ്റ് ഇടാതെ 7 മിനിറ്റ് നേരം ഫ്ലെയിമിനേക്കാളും അല്പം കുറച്ചാണ് വെച്ചിട്ടുള്ളത്. അങ്ങനെ 7 മിനിറ്റ് കറക്റ്റായിട്ട് നോക്കിയിട്ട് വേവിച്ചെടുക്കുക. എന്നിട്ട് സ്റ്റീമെല്ലാം പോയതിനു ശേഷം നമ്മൾ തുറന്നു നോക്കിയാൽ സ്വാദിഷ്ടമായ ബിരിയാണി റെഡി ആയിട്ടുണ്ടാകും. ഇനി ഇതിൻ്റെ മേലെ നമുക്ക് അല്പം നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കാം. ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ഇതിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള
മുന്തിരി, അണ്ടിപ്പരിപ്പ്, പിന്നെ നമ്മൾ സവാള വറുത്തെടുത്തത് എല്ലാം കൂടി ഇതിൻ്റെ മേലെ ചേർത്ത നമ്മുടെ സ്വാദിഷ്ടമായ വെജിറ്റബിൾ ബിരിയാണി റെഡിയായി. ഇനി ഇതിൻ്റെ മേലെ മല്ലിയിലയും ചേർക്കാം. വേണ്ടവർക്ക് ചേർക്കാം, അല്ലാത്തവർക്ക് ഒഴിവാക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യുക. നിങ്ങൾ വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി. ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ബായ്.